എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശിലെ 17th ചാപ്റ്റർ, അതായത് ലാസ്റ്റ് ചാപ്റ്റർ കാർത്തൂസിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഏക് ദോ പങ്ക്തിയോ മേ ലിഖിയ ആൻസേഴ്സ്, ഒന്നോ രണ്ടോ ലൈനിൽ ആൻസേഴ്സ് എഴുതാനുള്ളതാണ്. കർണൽ കാലിഞ്ച് കാ ഖേമ ജംഗൽ മേ ക്യൂ ലഗാ ഹുവാ താ. കർണൽ കാലിഞ്ചിൻ്റെ ഖേമ എന്ന് വെച്ചാൽ ടെൻറ്റ്, ഡേറ എന്ന് പറയും, അല്ലെങ്കിൽ അസ്ഥായി പടാവ് എന്ന് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ടെമ്പററി സ്റ്റേ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ ടെൻറ്റ് കാട്ടിൽ എന്തിനാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്? कर्नल कालिंज का खेमा जंगल में वजीर अली की गिरफ्तारी के लिए लगा हुआ था. कर्नल കാലിഞ്ചിൻ്റെ ടെൻറ്റ് കാട്ടിൽ വസീർ അലിയെ ഗിരഫ്താർ പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. कर्नल कालिंज को यह लग रहा था कि वजीर अली अवश्य ही जंगल में कहीं न कहीं छिपा होगा. कर्नल കാലിഞ്ചിന് എന്താ തോന്നിയിരുന്നത് എന്ന് വെച്ചാൽ വസീർ അലി തീർച്ചയായിട്ടും ആ കാട്ടിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തോന്നി. ബർസോ സെ വഹ कर्नल की पूरी फौज की आंखों में धूल झोंक रहा था. വർഷങ്ങളായിട്ട് വസീർ അലി കർണൽ കി പൂരി ഫൗജ് കി, കർണലിൻ്റെ മുഴുവൻ ആർമിയെയും ചതിക്കുകയായിരുന്നു. ആങ്കോമേ ധൂൽ ജോക്ന വെച്ച മുഹാവരയാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൽ പൊടിയിടുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ശരിക്കും വേർഡിൻ്റെ അതേ മീനിങ് തന്നെയാണ് നമ്മൾ ഇതിൽ വരുന്നത്. ഈ മുഹാവരയിൽ വരുന്നത് എല്ലാത്തിലും അങ്ങനെ ആയിരിക്കില്ല. ആ വേർഡ്സിൻ്റെ മീനിങ് ഒന്നായിരിക്കും, പിന്നെ ആ മൊത്തത്തിൽ മുഹാവരയുടെ വേറെ ഒന്നായിരിക്കും. പക്ഷേ ഇവിടെ അത് തന്നെയാണ്, ധോക്ക ദേന, ചതിക്കുക. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കർണലിൻ്റെ മൊത്തം ആർമിയെ വസീർ അലി ചതിക്കുകയായിരുന്നു. ആങ്കോമേ ധൂൽ ജോക്ക് റഹാത്ത യദ്യപി വഹ ഇനി ജംഗലോമേ ഗൂം റഹാത്ത. എന്നാൽ അയാൾ ഈ കാട്ടിൽ തന്നെ എവിടെയോ കറങ്ങുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ കഹീന കഹി ചിപ്പാത്താന്ന് വരെ മതിയാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വസീർ അലി സെ സിപ്പാഹി ക്യൂ തങ്ക് ആ ചുക്കേത്തെ. വസീർ അലിയെ കൊണ്ട് സിപ്പാഹികൾക്ക് മതിമതിയോ നയല്ലേ? തങ്കാണെന്ന് വെച്ചാൽ മതിമതിയോ നായത് എന്തുകൊണ്ടായിരുന്നു? സിപ്പാഹി വസീർ അലി സെ തങ്ക് ആ ചുക്കേ थे क्योंकि हफ्ते से डेरा डालने और उसे ढूंढने के बावजूद भी वजीर अली पकड़ा नहीं जा रहा था. സിപ്പാഹി വസീർ അലിയെ കൊണ്ട് മതിയോ നായിട്ടുണ്ടായിരുന്നു. തങ്കാ ചുക്കേത്തെ, അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ അവിടെ. ക്യോങ്കി കണ്ടിന്യൂഷനാണ്. എന്തുകൊണ്ടെന്നാൽ ഹഫ്തേസെ ഒരാഴ്ച കൊണ്ട് അവിടെ ടെൻ്റ് അടിച്ച് അഥവാ തമ്പടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു അവരല്ലേ. ഉസെ ഢൂണ്ടിനേക്ക് ബാവജൂദ്, അവിടെ തമ്പടിച്ച് നിന്ന് അയാളെ തെരഞ്ഞതിൻ്റെ ശേഷവും, ബാബജൂദ് അല്ല ബാവജൂദ് കേട്ടോ, ബാവജൂദ് അവിടെ സിപ്പാഹികൾ അയാളെ തിരഞ്ഞതിൻ്റെ ശേഷവും കൂടിയിട്ട് വസീർ അലി പക്കടാ നഹി ജാ രഹാ താ, വസീർ അലിയെ പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. വേ ജംഗൽ മേ രഹത്തെ രഹത്തെ പരേഷാൻ ഹോ ചുക്കെ തെ, ആ കാട്ടിൽ താമസിച്ച് അവർക്ക് മതിയോ എന്നായിട്ടുണ്ടായിരുന്നു. അടുത്തത്, കർണലിനെ സവാർ പർ നസർ രഖ്നെ കെ ലിയെ ക്യൂ കഹാ. കർണൽ ആ സവാരിക്കാരനെ ഒന്ന് കണ്ണു വെക്കണം, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? കർണലിനെ ലെഫ്റ്റനന്റ് കോ സവാർ പർ നസർ രഖ്നെ കെ ലിയെ ഇസ്ലിയെ കഹാ താക്കി. കർണൽ ലെഫ്റ്റനൻറ്റിനോട് ആ സവാരിക്കാരനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ വഹ യഹ് ദേഖ് സക്കെ കി സവാർ കിസ് ദിശ കി തരഫ് ജാ രഹാ ഹെ. എന്താണ് ആ സവാരിക്കാരൻ ഏത് ദിശയിലാണ്, ഏത് ഡയറക്ഷനിലാണ് എന്ന് പോകുന്നത് എന്ന് നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് അത് നോക്കിക്കൊണ്ടിരുന്നാലല്ലേ അയാൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഓർ ഉസ്കി ഗതിവിധിയോ കി ജാഞ്ച് ഹോ സക്കെ. അയാളുടെ ഗതിവിധി എന്ന് വെച്ചാൽ അയാളുടെ പോക്ക് അഥവാ അയാളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സവാർ ने क्यों कहा कि വസീർ അലി की गिरफ्तारी बहुत मुश्किल है. സവാരിക്കാരൻ വസീർ അലിയെ അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? സവാറിനെ ऐसा इसलिए कहा क्योंकि സവാർ സ്വയം വസീർ അലി था. സവാരിക്കാരൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ആ സവാരിക്കാരൻ തന്നെയായിരുന്നു വസീർ അലി. വഹ എക് ജാബാസ് സിപ്പാഹി था. അദ്ദേഹം ഒരു ജാബാസ് സിപ്പാഹി ആയിരുന്നു. എന്ന് വെച്ചാൽ വളരെ സ്മാർട്ടായിട്ടുള്ള, ജാബാസ് എന്ന് വെച്ചാൽ ജാൻ സെ ഖേൽനെ വാല പറഞ്ഞാൽ ജീവൻ കൊണ്ട് കളിക്കുന്ന, റിസ്ക് എടുത്തിട്ട് അങ്ങനെ ജീവൻ കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു. അതിൻ്റെ അർത്ഥം വളരെ ധൈര്യവാനായിരുന്നു അല്ലേ. ജിസെ അംഗ്രേസ് അധികാരി സാധാരണ സവാർ സമജ് രഹത്തെ. പക്ഷേ ബ്രിട്ടീഷുകാരെന്താണ്, ബ്രിട്ടീഷ് അധികാരികൾ ലെഫ്റ്റനൻറ്റും അവരൊക്കെ ഇല്ലേ, അവരൊരു സാധാരണ സവാരിക്കാരനാണെന്ന് വിചാരിച്ചു. പക്ഷേ कर्नल के साथ पूरी फौज थी, फिर भी सवार ने ऐसा कहा क्योंकि उसे कर्नल के खेमे में कोई भी पहचान नहीं पाया था. കർണലിൻ്റെ കൂടെ മുഴുവൻ ആർമിയും ഉണ്ടായിരുന്നു അല്ലേ, പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു അവർ. എന്നിട്ടും സവാറിനെ ഏസാ കഹ, സവാരിക്കാരൻ അയാളുടെ അടുത്ത് എന്തുകൊണ്ടാണ് കർണലിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ കർണലിൻ്റെ ടെൻറ്റിൽ സവാരിക്കാരനെ ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു.
അടുത്തത് 25 to 30 വേർഡ്സിൽ ആൻസേഴ്സ് എഴുതാനുള്ളതാണ്. വസീർ അലി കെ അഫ്സാനെ സുൻകർ കർണൽ കോ റോബിൻ ഹുഡ് കി യാദ് ക്യൂ ആ ജാതി ഥി. വസീർ അലിയുടെ അഫ്സാനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളെ, കഹാനിയ, കഥകൾ കേട്ടിട്ട് കർണലിന് റോബിൻ ഹുഡിനെ ഓർമ്മ വരാൻ കാരണം എന്തായിരുന്നു? വസീർ അലി കെ അഫ്സാനെ സുൻകർ കർണൽ കോ റോബിൻ ഹുഡ് കി യാദ് ആ ജാതി ഥി ക്യൂങ്കി വസീർ അലിയുടെ കഥകൾ കേട്ടിട്ട് കർണലിന് റോബിൻ ഹുഡിനെ ഓർമ്മ വന്നു. കാരണം എന്തെന്നാൽ ഉൻകോ ജംഗൽ മേ ഡേര ഡാലെ ഹഫ്തെ ഹോ ഗയേ തേ. ഇവർക്ക് പറഞ്ഞാൽ കർണലിനും ആർമിക്കും, കർണലിൻ്റെ ആർമി ആൾക്കാർക്കും അവിടെ ടെൻ്റ് അടിച്ചിട്ട് ഒരു ആഴ്ചയായി. ഫിർ ബി വസീർ അലി ഭൂത് കി തറ ഹാത്ത് നഹി ലഗ്താ താ. എന്നിട്ടും വസീർ അലിയെ ഭൂതത്തിനെ പോലെ പിടിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പറഞ്ഞാൽ നമ്മളിപ്പോൾ ആരെങ്കിലും ഭൂതത്തിനെ പിടിച്ചുകൊണ്ടൊന്ന് കെട്ടിയിട്ടെന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറയാം, ഭൂതമുണ്ട്, പക്ഷേങ്കിൽ നമുക്കറിയില്ലാതെ എങ്ങനെയാണ്. അതുപോലെ ഇങ്ങനെ ഒരാളുണ്ടെന്നറിയാം, പക്ഷേ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇസി പ്രകാർ റോബിൻ ഹുഡ് ബി ജംഗലോ മേ ഘൂംതാ രഹതാ താ പർ കിസി കെ ബി ഹാത്ത് നഹി ലഗ്താ താ. അപ്പോൾ അതേപോലെ തന്നെ റോബിൻ ഹുഡിൻ്റെ വിശേഷത എന്താണ്? ആക്ച്വലി റോബിൻ ഹുഡ് അവിടെ പറഞ്ഞാൽ റോബിൻ ഹുഡിനെ പിടിക്കാൻ കഴിയില്ലായിരുന്നു ആർക്കും. അവിടെ കാടുകളിൽ കറങ്ങി നടക്കുമായിരുന്നു, പക്ഷേ ആർക്കും പിടിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതേപോലെയാണ് വസീർ അലി എന്ന് തോന്നി. नेक्स्ट क्वेश्चन, सादत अली कौन था? उसने वज़ीर अली की पैदाइश को अपनी मौत क्यों समझा? സാദത്ത് അലി ആരായിരുന്നു? ഉസ്നെ എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? സാദത്ത് അലി. സാദത്ത് അലി വസീർ അലിയുടെ ജനനം, വസീർ അലി ജനിച്ചത് തൻ്റെ മരണത്തിന് കാരണമാണെന്ന് വിശ്വസിക്കാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിച്ചത്? സാദത്ത് അലി അവധ് കെ നവാബ് അസഫുദ്ദൗല കാ ഭായി और വസീർ അലി കോ ചാച്ചാ താ. അപ്പോൾ സാദത്ത് അലി ആരായിരുന്നു? അവധ് കെ നവാബ്, അവധിലെ നവാബ്, അയാളുടെ പേരെന്താണ്? ആസിഫുദ്ദൗല. അപ്പോൾ അവധിലെ നവാബ് അസഫുദ്ദൗലയുടെ ഭായി, ബ്രദർ, സഹോദരനായിരുന്നു സാദത്ത് അലി. അപ്പോൾ വസീർ അലിക്കോ ചാച്ചാ ഥ. അപ്പോൾ വസീർ അലിക്ക് സാദത്ത് അലി ആരാണ്? ചാച്ച, അച്ഛൻ്റെ അനുജൻ, ചെറിയച്ഛനായിരുന്നു. അപ്പോൾ സാദത്ത് അലി ആരായിരുന്നു? വസീർ അലിയുടെ അച്ഛൻ്റെ അനുജൻ. വസീർ അലിയുടെ അച്ഛൻ ആരാണ്? അസിഫുദ്ദൗല. അപ്പോൾ അസിഫുദ്ദൗലയുടെ ബ്രദറാണ് സാദത്ത് അലി. ആസിഫ് അലി അല്ല, അടുത്തത് അസിഫുദ്ദൗലയാണ് കേട്ടോ. അപ്പോൾ അസിഫുദ്ദൗലാക്കോ ജബ് തക് സന്താൻ നത്തി തബ് തക് സാദത്ത് അലിക്ക് അവധ് ക നവാബ് ബന്നേക്ക് പൂരി സംഭാവന തി. അസിഫുദ്ദൗലയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല, സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇല്ലാത്തിടത്തോളം കാലം സാദത്ത് അലി അവധിൽ നവാബാകാനുള്ള മുഴുവൻ ചാൻസും അവിടെ ഉണ്ടായിരുന്നു. സംഭാവന തി, ചാൻസസ് ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അസിഫുദ്ദൗലയുടെ ബ്രദറാണ് സാദത്ത് അലി. അപ്പോൾ അസിഫുദ്ദൗലയുടെ കാലശേഷം പിന്നെ ആരാണ്? അദ്ദേഹത്തിൻ്റെ ബ്രദർ സാദത്ത് അലിയാണ് നെക്സ്റ്റ് ചാൻസ് വരുന്നത് അല്ലേ. അപ്പോൾ സന്താനങ്ങൾ ഇല്ലാത്തത് കൊണ്ട്. ലേക്കിൻ വസീർ അലിക്ക് पैदा होते ही उसका सपना टूट गया. പക്ഷേ എന്താണ്? വസീർ അലി ജനിച്ചു. അസിഫുദ്ദൗലയ്ക്ക് വസീർ അലി എന്ന മകൻ ജനിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ പൊട്ടിപ്പോയി. ഉസേ അപ്നി നവാബി ഖത്രെ മേ ലഗ്നെ ലഗി. അപ്പോൾ സാദത്ത് അലിക്ക് തൻ്റെ നവാബി, ആ നവാബിൻ്റെ സ്ഥാനം അപകടത്തിലാണെന്ന് തോന്നി. കാരണം എന്താണ്? അസിഫുദ്ദൗല പിന്നെ അയാളുടെ മകനല്ലേ, കൊടുക്കുള്ളൂ കിങ്ഡം. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് കിട്ടില്ല എന്ന് തോന്നി. അദഹ ഉസ്നെ വസീർ അലിക്ക് പൈദായിഷ് കോ അപ്പനി മൗത്ത് സംജ. അതുകൊണ്ടാണ് വസീർ അലി ജനിച്ചത് തൻ്റെ മരണമാണ് എന്ന് വിചാരിക്കാൻ കാരണം. नेक्स्ट क्वेश्चन, सादत अली को अवध के तख्त पर बिठाने के पीछे कर्नल का क्या मकसद था? സാദത്ത് അലിയെ അവധിലെ സിംഹാസനത്തിൽ ഇരുത്തിക്കുന്നതിൻ്റെ പിന്നിൽ കർണലിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? മക്സദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം, തഖത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സിംഹാസനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ത്രോൺ എന്ന് പറയില്ലേ, THRONE. പക്ഷെ അതല്ലാതെ നമ്മൾ തഖത്ത് യൂസ് ചെയ്യും കേട്ടോ. എന്തെങ്കിലും ബെഞ്ചോ കട്ടിലോ അല്ലെങ്കിൽ പലക പോലുള്ളതിൽ അങ്ങനെ പറയും, ഇങ്ങനെ തഖത്ത് കെ ഊപ്പർ ബൈഠോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. സാദത്ത് അലി കോ അവധ് കെ തഖത്ത് पर बिठाने के पीछे कर्नल का विशेष मकसद था. സാദത്ത് അലിയെ അവധിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തിക്കുന്നതിൻ്റെ പിന്നിൽ കർണലിന് ഒരു പ്രത്യേക ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു. ദോസ്ത് ഹോനെ കെ കാരണം ഉസേ ഉസ് പർ പൂർണ്ണ വിശ്വാസ് താ. ഫ്രണ്ട് ആയതുകൊണ്ട്, ആരാ ഫ്രണ്ട്? സാദത്ത് അലിയും കർണലും. അതിൻ്റെ അർത്ഥം ബ്രിട്ടീഷുകാരോട് കൂടി നിൽക്കുക, ചേർന്ന് നിൽക്കുക. അങ്ങനെ ആയതുകൊണ്ട് എന്താണ്? സാദത്ത് അലിയെ പൂർണ്ണ വിശ്വാസമായിരുന്നു നമ്മുടെ കർണലിന്. कि स्वयं तो वह ऐशो आराम का जीवन बिताएगा ही, साथ ही उन्हें भी अर्थात कर्नल को भी दौलत तथा संपत्ति देकर मालामाल कर देगा. എന്താണ്? സ്വയം സാദത്ത് അലി സ്വയം തന്നെ ഏഷോ ആരാം കാ ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കുക, വളരെ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കുകയും ചെയ്യും. അതുകൂടാതെ എന്താണ്? കർണലിനും ദൗലത്ത്, സമ്പത്തി എന്നൊക്കെ പറഞ്ഞാൽ പ്രോപ്പർട്ടി, എന്തെങ്കിലുമൊക്കെ കുറേ പൈസ കൊടുത്ത് അദ്ദേഹത്തിന്, ഈ കർണലിനെ മാലാമാൽ കർദേത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ റിച്ച് ആക്കും, വളരെ ധനാഢ്യനാക്കും. അപ്പോൾ സ്വയം എനിക്ക് കർണലിനും കിട്ടും, പിന്നെ അയാളും നല്ല ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാം നടക്കും, രണ്ടുപേരുടെയും കാര്യം നടക്കും. ഉൻകി ജറൂറത്തോं के അനുസാർ ഹർ तरह की मदद करेगा. ഇദ്ദേഹത്തിന് വേണ്ട പോലെ, കർണലിന് വേണ്ട പോലെ എല്ലാ പിന്നെ ആവശ്യങ്ങളും പൂർത്തി ചെയ്ത് എല്ലാ ഹെൽപ്പുകളും ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പനി के कत्ल करने के बाद वजीर अली ने अपनी हिफाजत कैसे की. കമ്പനിയുടെ വക്കീലിനെ കൊന്നതിന് ശേഷം വസീർ അലി തന്നെ എങ്ങനെയാണ് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്തത്. ഹിഫാസത്ത് കർണ എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, രക്ഷിക്കുക. കമ്പനിക്ക് വക്കീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വക്കീൽ. കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വക്കീൽ. കത്തൽ ചെയ്യാന്ന് വെച്ചാൽ കൊല്ലുക. അപ്പോൾ അത് കഴിഞ്ഞ് വസീർ അലി എങ്ങനെയാണ് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്. വസീർ അലി കോ ഉസ്കെ പദ് സെ ഹട്ടാനെ കെ ബാദ് അംഗ്രേസോ ने उसे बनारस भेज दिया. അതിനുശേഷം വസീർ അലിയെ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ നിന്ന് മാറ്റി, ബ്രിട്ടീഷുകാർ അവരെ മാറ്റി ബനാറസിലേക്ക് അയച്ചുവിട്ടു വസീർ അലിയെ. 3 लाख रुपया സാലാന വസീഫ തൈ കർ ദിയ. 3 ലക്ഷം രൂപ ഒരു വർഷത്തിലേക്ക് വസീഫ എന്ന് വെച്ചാൽ അയാൾക്ക് ജീവിക്കാനുള്ള, വസീർ അലിക്ക് ജീവിക്കാനുള്ള ഒരു തുക അത് ഫിക്സ് ചെയ്തു. തൈ കർ ദിയ, ഡിസൈഡ് ചെയ്തു. कुछ महीने बाद ഗവർണർ ജനറലിനെ വസീർ അലിക്കോ കൽക്കത്ത ബുലായ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഗവർണർ ജനറൽ വസീർ അലിയെ കൽക്കത്തയിലേക്ക് വിളിച്ചു. വസീർ അലി ഇസ് ബുലാവെ സെ ചിഡ്കർ കമ്പനി കെ വക്കീൽ കെ പാസ് ഗയ ജോ ബനാറസ് മെ ഹി രഹതാ താ. അപ്പോൾ ഇത് വിളിച്ചത് എന്തിനാണ് എന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ആയിട്ട്, ചിടുന്ന വെച്ചാൽ ഇറിറ്റേറ്റ് ആയിട്ട്, പിന്നെ വിളിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് പറഞ്ഞ് വസീർ അലി ഇറിറ്റേറ്റ് ആയിട്ട് കമ്പനിയുടെ വക്കീലിൻ്റെ അടുത്ത് പോയി. എവിടെയാണ് കമ്പനിയുടെ വക്കീൽ? ബനാറസിലായിരുന്നു ആ സമയത്ത്. വക്കീൽ ने വസീർ അലി की शिकायत की कोई परवाह नहीं की. വക്കീൽ വസീർ അലിയുടെ ഈ കംപ്ലൈൻറ്റിനെ ശ്രദ്ധിച്ചതേയില്ല. ഉൾട്ട ഉസെ ബുറാ ബല സുനാ ദിയ. അതുമാത്രമല്ല തിരിച്ച് ഇയാളെ മോശമായ രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു വസീർ അലിയെ. വസീർ അലി को गुस्सा आ गया और उसने खंजर निकाल कर वकील का कत्ल कर दिया. വസീർ അലിക്ക് ദേഷ്യം വന്നു, ഖഞ്ചർ കത്തിയെടുത്ത് അയാളെ കുത്തിക്കൊന്നു. ആരെ? വക്കീലിനെ വസീർ അലി കുത്തിക്കൊന്നു. इसके बाद वजीर अली अपने सैनिकों के साथ आजमगढ़ की ओर भाग गया. അത് കഴിഞ്ഞതിന് ശേഷം വസീർ അലി തൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് സൈനികരുണ്ട്, അവരെല്ലാവരും കൂടി ആസംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓടിപ്പോയി. പറഞ്ഞാൽ യു പിയിലുള്ള ഒരു സ്ഥലമാണത്. വഹാ കെ ബാദ്ഷാഹനെ ഉൻ ലോഗോं को अपनी हिफाजत के ഘാഗ്ര തക് പਹੁഞ്ചാ ദിയ. അവിടുത്തെ ബാദ്ഷാഹ്, എവിടുത്തെ ആസംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ബാദ്ഷാഹ്, അവിടുത്തെ ചക്രവർത്തി ഇവരെ വസീർ അലിയും കൂട്ടരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് ഘാഗ്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരെ എത്തിച്ചു. തബ്സെ വഹ് ജംഗലോ മേ ചിപ്കർ അപ്നി ശക്തി ബടാനെ ലഗ. അപ്പോൾ അവിടുത്തെ കാടുകളിൽ ഒളിഞ്ഞു നടന്ന് അവരുടെ പവർ കൂട്ടി വരികയായിരുന്നു വസീർ അലിയും കൂട്ടരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സവാർ കെ ജാനെ കെ ബാദ് കർണൽ ക്യൂ ഹക്ക ബക്ക രഹ ഗയാ. സവാരിക്കാരൻ പോയതിനു ശേഷം കർണൽ എന്തുകൊണ്ടാണ് വളരെ ആശ്ചര്യചകിതനായിരുന്നത്? ഹക്ക ബക്ക രഹന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്ചര്യചകിത് ഹോന, ബോ ചക്ക ഹോന, ബോ ചക്ക, ഭാരത് എന്നുള്ള ഭാട്ടോ പറഞ്ഞാൽ വളരെയധികം ആശ്ചര്യപ്പെടുക, അങ്ങനെ മേപ്പിട്ട് നോക്കിയിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ആയത് എന്തുകൊണ്ടാണ്? सवार के जाने के बाद कर्नल हक्का बक्का इसलिए रह गया क्योंकि जिस वजीर अली को पकड़ने के लिए वह जंगल में लाव लश्कर के साथ लंबे समय से डेरा डाले हुए थे. സവാരിക്കാരൻ പോയതിനു ശേഷം കർണൽ വളരെ ആശ്ചര്യചകിതനായത് എന്തുകൊണ്ടെന്നാൽ ഏത് വസീർ അലിയെ ആണോ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കാട്ടിൽ ലാവ് ലഷ്കർ കെ സാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർമിയും അതിന് വേണ്ട സാമഗ്രികൾ, ബാക്കിയുള്ള സാധനങ്ങൾ, തോക്കും വെടിയുണ്ടിയെല്ലാം അതിൻ്റെ അർത്ഥം കേട്ടോ, കുതിരയോ ഒക്കെ, അപ്പോൾ എല്ലാ സാമഗ്രികൾ, എല്ലാ സംവിധാനം വെച്ചിട്ട് കാത്തിരുന്നത് ലംബെ സമയത്ത് കുറേ കൂടുതൽ ദിവസങ്ങളോളം ഡേര ഡാലെ ഹുയത്തെ എന്ന് വെച്ചാൽ തമ്പടിച്ച്, അവിടെ ടെൻ്റൊക്കെ കെട്ടി തമ്പടിച്ചിരുന്നത്. വഹി വസീർ അലി ऐसा वेश बदल कर आया कि അതേ വസീർ അലി തന്നെ വേഷം മാറി വന്നു. കർണൽ കോ ഉസ്കെ കിസി ബി ഹാവ് ഭാവ് സെ. അതുകൊണ്ട് എന്താണ്, കർണലിന് അയാളുടെ വസീർ അലിയുടെ ഒരു ഭാവത്തിൽ നിന്നും, ഹാവ് ഭാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാവം, അയാളുടെ ആക്ഷൻസ്, അങ്ങനെ അതിൽ നിന്നും പത്താ ചലാക്കി വഹ് വസീർ അലി ഹെ, മനസ്സിലാക്കാനേ പറ്റിയില്ല അത് വസീർ അലി ആണെന്ന്. ഇസ്കെ അതിരിക്ത് ഉസ്നെ ബഡി ഹി ഹോഷിയാരി സെ അപ്നാ പരിചയ ദേക്കർ കർണൽ സെ കാർത്തൂസ് ലേക്കർ ഉസ്കി ജാൻ ബി ബക്ഷ് ദി. ഇതുകൂടാതെ ബഡി ഹോഷിയാരി സെ, വളരെ സ്മാർട്ടായിട്ട് അപ്ന പരിചയ ദേക്കർ, തൻ്റെ പരിചയം, തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണ് ചെയ്തത്? ആ സവാരിക്കാരൻ ആരായിരുന്നു? വസീർ അലി തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കർണലിൻ്റെ അടുത്ത് കാർത്തൂസും വാങ്ങിച്ചു അല്ലേ.
ഉസ്കി ജാൻ ബി ബക്ഷ് ദി. പിന്നെ അയാളെ കൊന്നില്ല അല്ലേ, പറഞ്ഞാൽ ജീവൻ വെറുതെ വിട്ടു. ആ ബ്രിട്ടീഷുകാരന് കർണലിനെ ഒന്നും ചെയ്തില്ലല്ലോ. ഓർ ദേഖ്തേ ഹി ദേഖ്തേ ഗോഡെ പർ സവാർ ഹോക്കർ ചലാ ഗയാ. നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണിൻ്റെ മുമ്പത്ത് തന്നെ ആ കുതിരയിൽ കയറി സ്ഥലം വിടുകയും ചെയ്തു. കർണൽ കേവൽ ഗോഡും കി ടാപ്പോം കാ ഷോർ ഹി സുൻതാ രഹ ഗയാ. കർണൽ ഈ കുതിരയുടെ ടാപ്പ് ടപ്പ് ടപ്പ് എന്നുള്ള ആ ശബ്ദം മാത്രം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി 50 to 60 വേർഡ്സിൽ ആൻസർ ചെയ്താനുള്ളതാണ്. ലെഫ്റ്റനൻറ്റ് को ऐसा क्यों लगा कि कंपनी के खिलाफ सारे हिंदुस्तान में एक लहर दौड़ गई है. ലെഫ്റ്റനൻറ്റിന് എന്തുകൊണ്ടാണ് കമ്പനിയുടെ ഖിലാഫ്, കമ്പനിയുടെ എതിരായിട്ട്, വിരുദ്ധമായിട്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് ഹിന്ദുസ്ഥാനിൽ ഒരു അലയടിക്കാൻ തുടങ്ങി എന്ന് തോന്നാൻ കാരണം. കമ്പനിയുടെ എതിരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എതിരെ, അതിൻ്റെ അർത്ഥം ബ്രിട്ടീഷുകാരുടെ എതിരെ എന്ന് സിമ്പിളായിട്ട് അർത്ഥം. അങ്ങനെ ലെഫ്റ്റനൻറ്റിന് തോന്നാൻ കാരണം എന്ത്? देश में अलग अलग अनेक स्थानों पर राजा एवं नवाब कंपनी का विरोध कर रहे थे. നമ്മുടെ രാജ്യത്ത് വേറെ വേറെ സ്ഥലങ്ങളിലായി, പറഞ്ഞാൽ പല സ്ഥലങ്ങളിലായിട്ട് പല രാജാക്കന്മാരും നവാബുമാരും കമ്പനിയുടെ എതിരായിട്ട്, വിരോധമായിട്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജബ് ലെഫ്റ്റനൻറ്റിനെ देखा कि वजीर अली टिपू सुल्तान तथा बंगाल के नवाब शमसुद्दौला ने बाहरी देशों जैसे अफगानिस्तान के बादशाह शाह जमा को हिंदुस्तान पर ഹംല കർണേക്ക് ദാവത് ദേ ദി ഹെ. പിന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റനൻറ്റ് മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ വസീർ അലിയും ടിപ്പു സുൽത്താനും പിന്നെ ബംഗാളിൻ്റെ നവാബായിട്ടുള്ള ഷംസുദ്ദൗല, ഇവരെല്ലാവരും പറഞ്ഞാൽ 3 ആൾക്കാരാണ് പേര് പറയുന്നത്. വസീർ അലി, ടിപ്പു സുൽത്താൻ, ബംഗാളിൻ്റെ നവാബായിട്ടുള്ള ഷംസുദ്ദൗല, ഇവരെല്ലാവരും ബാഹറി ദേശവും ജേസെ, വെളിയിലത്തെ രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യമായിട്ടുള്ള അവിടുത്തെ ബാദഷാഹ്, അവിടുത്തെ ചക്രവർത്തിമാരായ ഷാഹെ ജമ, അങ്ങനെ അവരെ എല്ലാവരെയും ഹിന്ദുസ്ഥാൻ പർ ഹംല കർണേക്ക് ദാവത് ദേ ദി, ഹിന്ദുസ്ഥാനിലേക്ക് ഇവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്രമിക്കാൻ അവർ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. തോ ഉസേ ऐसा लगा कि कंपनी के खिलाफ सारे हिंदुस्तान में एक लहर दौड़ गई है. അപ്പോൾ ഈ ലെഫ്റ്റനൻറ്റിന് തോന്നി ഇവരുടെ എതിരായിട്ട് മുഴുവൻ ഹിന്ദുസ്ഥാനിലും ഒരു അലയടിക്കാൻ തുടങ്ങി എന്ന് തോന്നി തുടങ്ങി. അർത്ഥാത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാൻ മേ ചാരോ ഓർ സെ കമ്പനി കെ ഖിലാഫ് യുദ്ധ കി തയ്യാറിയാ ശുരു ഹോ ഗയി. അത് സരളമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാനിൽ 4 ഭാഗത്തും എല്ലായിടത്തും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എതിരായിട്ട് അഥവാ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങി എന്നർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വസീർ അലിനെ കമ്പനി കെ വക്കീൽ കാ കത്ൽ ക്യൂ കിയ. വസീർ അലി കമ്പനിയുടെ വക്കീലിനെ കൊന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ വക്കീലിനെ കൊന്നത് എന്തുകൊണ്ട്? വസീർ അലി കോ അംഗ്രേസോനെ രഹനെ കെ ലിയെ ബനാറസ് ഭിജ്വാ ദിയാ താ. വസീർ അലിയെ താമസിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ബനാറസിലേക്ക് പറഞ്ഞു വിട്ടു. ഓർ ഉസെ 3 लाख रुपया സാലാന വസീഫ ദേനെ തയ് കിയാ ഗയാ താ. പിന്നെ 3 ലക്ഷം രൂപ വർഷത്തിൽ ഒരിക്കൽ വസീർ അലിക്ക് കൊടുക്കാനും ഡിസൈഡ് ചെയ്തു, ഫിക്സ് ചെയ്തു. വസീഫ ദേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഒരു തുക. കുച്ച് മഹീനെ ബാദ് ഗവർണർ ജനറലിനെ വസീർ അലി കോ കൽക്കത്ത ബുൽവായ. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഗവർണർ ജനറൽ എന്ന് പറയുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ ആൾക്കാരല്ലേ, ഗവർണർ ജനറൽ വസീർ അലിയെ കൽക്കത്തയിലേക്ക് വിളിപ്പിച്ചു. വസീർ അലി വഹാ ജാന നഹി ചാത്താ താ. വസീർ അലിക്ക് കൽക്കത്തയിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കമ്പനി കാ വക്കീൽ ബി ബനാറസ് മേ രഹതാ താ. അപ്പോൾ ഈ കമ്പനിയുടെ വക്കീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ബ്രിട്ടീഷുകാരുടെ വക്കീൽ ബനാറസിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ബനാറസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു പിയിലെ ഒരു സ്ഥലം. इसलिए वह गवर्नर की शिकायत लेकर कंपनी के वकील के पास गया. അപ്പോൾ ഗവർണർ ജനറൽ അങ്ങോട്ട് വിളിപ്പിച്ചത് വസീർ അലിക്ക് പറ്റി കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വസീർ അലി കമ്പനിയുടെ വക്കീലിൻ്റെ അടുത്ത് അഥവാ ബ്രിട്ടീഷുകാരുടെ വക്കീലിൻ്റെ അടുത്ത് ബനാറസിലേക്ക് പോയി. ദേക്കർ വക്കീലിനെ വസീർ അലി കോ ഭലാ ബുറാ സുനാ ദിയാ. അപ്പോൾ വസീർ അലിയുടെ കംപ്ലൈൻറ്റിൽ ഒരു വിധത്തിലും തീരെ ശ്രദ്ധിക്കാതെ വക്കീൽ നേരെ തിരിച്ച് വസീർ അലിയെ എന്തൊക്കെയോ മോശമായ രീതിയിൽ പറഞ്ഞു. ഇസ്സെ വസീർ അലിക്ക് സ്വാഭിമാൻ കോ ഗഹ്റ ധക്ക ലഗ. അപ്പോൾ അങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ച സമയത്ത് വസീർ അലിക്ക് തൻ്റെ സ്വാഭിമാനത്തിനെ തന്നെ എഫക്റ്റ് ചെയ്ത പോലെ തോന്നി. പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് മോശമായിട്ട് പെരുമാറി. അപ്പോൾ അയാൾക്ക് വല്ലാതെ അഭിമാനമൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ തോന്നി. ദൂസറ വസീർ അലി കമ്പനി സർക്കാർ സെ നഫ്രത് കർത്താ താ. ഓൾറെഡി എന്താണ് ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വസീർ അലിക്ക് കമ്പനി സർക്കാരിനെ ഇഷ്ടമേ ആയിരുന്നില്ല, വെറുപ്പായിരുന്നു. അതിൻ്റെ അർത്ഥം കമ്പനി സർക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്രിട്ടീഷ് സർക്കാർ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ തീരെ ഇഷ്ടമേ അല്ലെങ്കിലേ ആയിരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയും കൂടി പറഞ്ഞ സമയത്ത് രണ്ടും കൂടിയായി കാര്യങ്ങൾ. ദോനോ കാരണോ കെ ജുഡ് ജാനെ സെ, ഈ 2 കാര്യങ്ങളും കൂടി ആയതിനാൽ വസീർ അലിനെ വക്കീൽ കാ കത്ൽ കർ ദിയ. വസീർ അലി വക്കീലിനെ കൊന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സവാർ നെ കർണൽ സെ കാർത്തൂസ് കേസെ ഹാസിൽ കിയേ. സവാരിക്കാരൻ കർണലിൻ്റെ അടുത്ത് നിന്നും കാർത്തൂസ് എങ്ങനെയാണ് കൈക്കലാക്കിയത്? ഹാസിൽ കർണ എന്ന് വെച്ചാൽ കൈക്കലാക്കുക. कारतूस है कैट्रिज। सवार जो कि स्वयं वजीर अली था ने कर्नल से अपनी जाबाजी और सूझबूझ से उसके खेमे में घुसकर സവാരിക്കാരൻ ആരായിരുന്നു? സവാരിക്കാരൻ ജോ കി സ്വയം വസീർ അലി था, വസീർ അലി തന്നെ ആയിരുന്നു ആ സവാരിക്കാരൻ. അദ്ദേഹം കർണലിൽ നിന്നും തൻ്റെ ജാബാസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാൻ സെ ഖേൽനെ വാല അല്ലെങ്കിൽ പ്രാൺ സെ ഖേൽനെ വാല, നമ്മൾ പറയില്ലേ ജീവൻ പണയം വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ, അങ്ങനെ അതിൻ്റെ അർത്ഥം വളരെ റിസ്ക് എടുത്തിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരാൾ സൂജ് ബൂജ് സേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോച്ച് സമജ്കർ അല്ലെങ്കിൽ ദേഖ് സമജ്കർ എന്നൊക്കെ പറയാൻ പറ്റും. നല്ലോണം നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് ഉസ്കെ ഖെമിമെ ഗുസ്കർ, ആരുടെ? കർണലിൻ്റെ ഖേമ ടെൻറ്റിൽ പ്രവേശിച്ചിട്ട് ഉസ്കിന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ അവിടെ, അവരുടെ ജാൻ ബക്ഷ്കരെ കാർത്തൂസ് ഹാസിൽ കിയേ. ജാൻ ബക്ഷ്കരെ കാർത്തൂസ് ഹാസിൽ കിയേ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രാണൻ പണയം വെച്ചിട്ട് ആ കാർത്തൂസ് കൈക്കലാക്കി എന്നർത്ഥം. कर्नल और अर्थात कर्नल और उसकी फौज से बिना डरे, ഈ ഹാസിൽ കിയെന്ന് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ആവാം കേട്ടോ. അർത്ഥാത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കർണലും പിന്നെ കർണലിൻ്റെ ആർമിയെയും പേടിക്കാതെ, ഒരു പേടിയും അവരെ ഇല്ലാതെ, വസീർ അലീനെ കർണൽ കോ ഉസ്കി ഓക്കാത്ത് ദിഖാനെ കെ ലിയെ, വസീർ അലി കർണലിനെ അദ്ദേഹത്തിൻ്റെ ഓക്കാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്ഥാനം, നിനക്ക് ഇത്രയൊക്കെ യോഗ്യതയുള്ളൂ എന്നൊരർത്ഥമാണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉസീസെ കാർത്തൂസ് ഹാസിൽ കരുതിയേ, കർണലിൽ നിന്ന് തന്നെ കാർത്തൂസ് വാങ്ങിക്കൊണ്ടുപോയി. കർണലിനൊന്നും ചെയ്യാനും പറ്റിയില്ല അല്ലേ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വസീർ അലി എക് ജാബാസ് സിപ്പാഹി താ കേസെ സ്പഷ്ട് കീജിയെ. ജാബാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ധൈര്യവാൻ, ജാൻ സെ ഖേൽനെ വാല, പ്രാൺ സെ ഖേൽനെ വാല, നമ്മൾ ജീവൻ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ ജീവൻ കൊണ്ട് കളിക്കുന്ന ആളെന്ന് പറയില്ലേ, അതിൻ്റെ അർത്ഥം ഒരുപാട് ധൈര്യമുള്ള, റിസ്ക് എടുക്കാനൊക്കെ ധൈര്യമുള്ള ആൾക്കാർക്കല്ലേ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജാബാസ് സിപ്പാഹി എന്ന് പറയുന്നത്. അപ്പോൾ വസീർ അലി ഒരു ജാബാസ് സിപ്പാഹി ആയിരുന്നു വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വസീർ അലി സച്ച്മുച്ച് ഏക് ജാബാസ് സിപ്പാഹി താ. വസീർ അലി ശരിക്കും ഒരു ജാബാസ് സിപ്പാഹി തന്നെ ആയിരുന്നു. വഹ് ബഹുത് ഹിമ്മത്തി ഓർ സാഹസി താ. അദ്ദേഹം വളരെയധികം ധൈര്യവാനായിട്ടുള്ള ഒരു സാഹസികനായിരുന്നു. ഹിമ്മത്ത് എന്ന് വെച്ചാൽ ധൈര്യം, സാഹസ് എന്ന് വെച്ചാലും ധൈര്യം അഥവാ അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്നൊക്കെ പറയാം. ഉസെ അപ്പന ലക്ഷ്യ പാനെ കെ ലിയെ ജാൻ കി ബാസി ലഗാനി ആത്തി തി. അദ്ദേഹത്തിന് തൻ്റെ ലക്ഷ്യം പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ട് ജാൻ കി ബാസി ലഗാന പറഞ്ഞാൽ ജീവൻ കൊടുക്കാൻ കൂടിയിട്ട് തയ്യാറായിരുന്നു, പറഞ്ഞാൽ അതും കൂടി ചെയ്യാൻ അറിയാമായിരുന്നു, ജീവൻ കൊണ്ട് കളിക്കാൻ അറിയാമായിരുന്നു. ബാസി ലഗാന എന്ന് വെച്ചാൽ കളിക്കുക, അങ്ങനെ ബെറ്റ് വയ്ക്കുക എന്നൊക്കെ പറയില്ലേ. जब उससे अवध की नवाबी ले ली गई तो उसने अंग्रेज़ों के विरुद्ध संघर्ष करना शुरू कर दिया. അദ്ദേഹത്തിൽ നിന്നും വസീർ അലിയിൽ നിന്നും നവാബി, അവധിൻ്റെ നവാബായിരുന്നു അല്ലേ, അപ്പോൾ ആ സ്ഥാനം പിടിച്ചു വാങ്ങിയ സമയത്ത്, ആ സ്ഥാനത്ത് നിന്നും മാറ്റിയ സമയത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ വിരുദ്ധമായിട്ട് സംഘർഷം ചെയ്യാൻ തുടങ്ങി, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. उसने गवर्नर जनरल के सामने पेश होने को अपना अपमान माना. അതുമാത്രമല്ല ഗവർണർ ജനറലെ വിളിച്ച സമയത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റിവിട്ടു, പിന്നെ എന്നിട്ട് വെറുതെ ഗവർണർ ജനറൽ വിളിക്കുകയും കൂടി ചെയ്ത സമയത്ത് എന്താണ് തൻ്റെ അപമാനമായിട്ട് കണക്കാക്കിയത്, പോവാൻ തയ്യാറായിരുന്നില്ല. ഓർ പേഷ് ഹോനെ സെ സാഫ് മനാ കർ ദിയ. ഗവർണർ ജനറലിൻ്റെ അടുത്ത് പോയി പ്രസൻ്റ് ആവാൻ നിഷേധിച്ചു. ഗുസ്സെ മേ ആക്കർ ഉസ്നെ കമ്പനി കെ വക്കീൽ കി ഹത്യാ കർ ഡാലി. പിന്നെന്താണ്, പിന്നെ ഒരിക്കൽ ദേഷ്യം വന്നിട്ട് വക്കീലിനെ കാണാൻ പോയി അല്ലേ, കാണാൻ പോയ സമയത്ത് വക്കീൽ വളരെ മോശമായ രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ എന്താണ്, ആ കമ്പനിയുടെ വക്കീല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വക്കീല്, കമ്പനി എന്ന് വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതാരുടെയാണ്? ബ്രിട്ടീഷുകാരുടെ. അപ്പോൾ കമ്പനിക്ക് വക്കീൽ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ വക്കീലിനെ കൊന്നു. यह हत्या शेर की मांद में जाकर शेर को ललकारने जैसी थी. ഈ ഹത്യ, ഈ കൊല എങ്ങനെയായിരുന്നു? സിംഹത്തിൻ്റെ മാളത്തിൽ പോയിട്ട്, സിംഹത്തിൻ്റെ ഗുഹയിൽ പോയിട്ട് സിംഹത്തിനെ തന്നെ വെല്ലുവിളിക്കുന്ന പോലെ ആയിരുന്നു. ലൽക്കാർന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിക്കുക എന്നൊക്കെ പറയില്ലേ. ഇസ്കെ ബാദ് വഹ അസംഗഡ് ഓർ ഗോരഖ്പൂർ കെ ജംഗലോ മേ ഭട്ടക്താ രഹ. അതിൻ്റെ ശേഷം, വക്കീലിനെ കൊന്നതിന് ശേഷം അസംഗഡ്, ഗോരഖ്പൂർ എന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ യു പിയിലുള്ള സ്ഥലങ്ങളാണ്, അവിടുത്തെ കാടുകളിൽ കറങ്ങി തിരിഞ്ഞു നടന്നു. വഹാ ബി നിഡർ ഹോക്കർ അംഗ്രേസോ കെ ക്യാമ്പ് മേ ഗുസ് ഗയാ താ. അവിടെയും എന്താണ്, നിഡർ ഹോക്കർ, ബിനാ ഡർക്ക, നിഡർ എന്ന് വെച്ചാൽ പേടിയില്ലാതെ ബ്രിട്ടീഷുകാരുടെ ക്യാമ്പിലൊക്കെ പ്രവേശിച്ചു. ഉസ്സെ അപ്നി ജാൻ കി ബി പർവാഹ് നഹീ തി. അദ്ദേഹത്തിന് തൻ്റെ ജീവൻ്റെ ഒരു പിന്നെ ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല, പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഉസ്കെ ജാബാസ് സിപ്പാഹി ഹോനെ കാ പരിചയ് ഉസ് ഘട്ടന സെ മിൽത്താ ഹെ. പിന്നെ അദ്ദേഹം ഒരു ജാബാസ് സിപ്പാഹി ആണെന്നുള്ള ആ കാര്യം, ആ
പരിചയം പറഞ്ഞാൽ അങ്ങനെ ഒരു സന്ദർഭം ഏത് സംഭവത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ജബ് വഹ അംഗ്രേസോ കെ ക്യാമ്പ് മേ ഘുസ്കർ കാർത്തൂസ് ലേനെ മേ സഫൽ ഹോ ജാതാ ഹൈ. ബ്രിട്ടീഷുകാരുടെ ക്യാമ്പിൽ പ്രവേശിച്ച് സ്വയം തന്നെ പ്രവേശിച്ചല്ലേ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ക്യാമ്പ് അടിച്ചിരിക്കുന്നത് പിടിക്കാൻ, പക്ഷേങ്കിൽ അതല്ലാണ്ട് നല്ല സ്മാർട്ടായിട്ട് അവിടെ പ്രവേശിച്ച് കാർത്തൂസും കൂടി കൈക്കലാക്കി അല്ലേ, അങ്ങനെ ചെയ്യാൻ സഫലമായി. തഥാ കർണൽ ഉസേ ദേഖ്താ രഹ ജാത്താ ഹെ. പിന്നെ കർണൽ എന്താണ്, അയാളെ നോക്കിക്കൊണ്ടിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല, കുതിരയെടുത്ത് കുതിരയുടെ പുറത്ത് കയറി അവിടുന്ന് സ്ഥലം വിടും. ഇൻ ഘട്ടനാവോ സെ പത്താ ചൽത്താ ഹെ കി വഹ് സച്മുച്ച് ജാബാസ് ആദ്മി താ. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വസീർ അലി ശരിക്കും ഒരു ജാബാസ് ആദ്മി ആയിരുന്നു. നെക്സ്റ്റ്, നിമ്നലിഖിത് കെ ആശയ സ്പഷ്ട കീജിയെ. ചാപ്റ്ററിലെ സെൻറ്റൻസ് ആണ്, അതിനെ ആശയം വ്യക്തമാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മുട്ടീഭർ ആദ്മി ഓർ യേ ദംഖം. മുട്ടീഭർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈമുഷ്ടി, ഇങ്ങനെ ചുരുട്ടിയാൽ ഉണ്ടാവില്ലേ, ഫിസ്റ്റ്, FIST ഫിസ്റ്റ്. അപ്പോൾ അത്രയ്ക്ക് മനുഷ്യർ, പിന്നെ ഇത്രയും പവർഫുൾ. ദംഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശക്തിശാലി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള. അതിൻ്റെ അർത്ഥം എന്താണ്? കൈമുഷ്ടി ചുരുട്ടിയാലുള്ള ഇത്രയും ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ അവിടെ, പക്ഷേങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയാം. इसका आशय है कि വസീർ അലി കെ പാസ് മുട്ടീഭർ ആദ്മി ഥേ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വസീർ അലിയുടെ അടുത്ത് മുട്ടീഭർ ആദ്മിയെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം വളരെ വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ കയ്യിൽ ചുരുട്ടാവുന്ന അത്രയും ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അർത്ഥാത്ത് ബഹുത് കം ആദ്മിയോ കി സഹായത യാ സാഥ. അതിൻ്റെ അർത്ഥം വളരെ കുറച്ച് ആൾക്കാരുടെ ഹെൽപ്പ് അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഫിർ ഭി ഇത്നി ശക്തി ഓർ ദൃഢത കാ പരിചയ ദേന കമാൽ കി ബാത്. എന്നാലും ഇത്രയും ശക്തിയും ദൃഢതയുടെയും പരിചയം കൊടുക്കുക. അതിൻ്റെ അർത്ഥം ഇത്രയും ശക്തിയും ദൃഢതയും അവിടെ ഉണ്ട്, അത് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം തന്നെയാണ്. കമാൽ കി ബാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വസീർ അലിയും കൂട്ടരും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷേങ്കിൽ അവർ വളരെ ശക്തിശാലികളായിട്ടുള്ളവരായിരുന്നു. സാലോ സെ ജംഗൽ में रहने पर भी स्वयं कर्नल उनकी सेना का बड़ा समूह जो बहुसंख्या में युद्ध सामग्री से लैस था मिलकर भी उसे पकड़ नहीं पाए थे. സാലോ സെ ജംഗൽ में रहने पर भी, വർഷങ്ങളായിട്ട് ആ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് കറങ്ങി നടക്കുകയാണ് വസീർ അലിയും കൂട്ടരും എന്ന് പറയുന്നുണ്ട് അല്ലേ. സ്വയം കർണൽ ഉൻകി സേന കാ ബഡാ സമൂഹ് ജോ ബഹുസംഖ്യ में युद्ध സാമഗ്രി സെ ലേസ് ഥാ. കർണൽ സ്വയം തന്നെ കർണലിൻ്റെ വലിയ സേനയോടുകൂടി ബഡാ സമൂഹ്, വലിയ സമൂഹം, ഗ്രൂപ്പ്, സേനയോടുകൂടി ബഹുസംഖ്യാമേ യുദ്ധസാമഗ്രി, വളരെയധികം യുദ്ധസാമഗ്രികളോടുകൂടി, ബഹുസംഖ്യ വളരെയധികം, ലേസ് ഥാ പറഞ്ഞാൽ എല്ലാ ഒരുക്കങ്ങളോടും കൂടി, എല്ലാ അറേഞ്ച്മെൻറ്റോടുകൂടിയും ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ടും കൂടിയിട്ട് മിൽക്കർബി, അങ്ങനെ എല്ലാം കൂടി ആയിട്ടും ഉസെ പക്കഡ് നഹി പായത്തെ, വസീർ അലിയെ പിടിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ഉസ്കി അദമ്യ ശക്തി ഓർ ദൃഢത को जीत नहीं पाए थे. उसकी അദമ്യ ശക്തി ഓർ ദൃഢത, ആരുടെ അദമ്യ ശക്തിയും ദൃഢതയാണ്? വസീർ അലിയുടെ. അദമ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രഭാവശാലി ആയിട്ടുള്ള എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ശക്തിയും ദൃഢതയും ഉള്ള ആ വസീർ അലിയെ ജയിക്കാൻ സാധിച്ചില്ലായിരുന്നു. വഹ് ഹർ കാം ഇത്നി സാവധാനി തഥാ ഹോशियारी से करता था कि मुट्ठी भर आदमियों ने ही कर्नल के इतने बड़े सेना समूह की नाक में दम कर दिया था. ഈ വസീർ അലി എല്ലാ പണികളും വളരെ സാവധാനി ഓർ ഹോഷിയാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാവധാനി എന്ന് വെച്ചാൽ പതുക്കെ എന്നുള്ള അർത്ഥമല്ല, വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടുകൂടിയും ഹോഷിയാരി സ്മാർട്ടായിട്ടും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എന്താണ്, മുട്ടീഭർ ആദ്മിയോ നെഹി, വളരെ കുറച്ച് ആൾക്കാരാണെങ്കിലും കൂടിയിട്ട് കർണലിൻ്റെ ഇത്രയും വലിയ സമൂഹത്തിനെ, സേനയുടെ സമൂഹത്തിനെ നാക്കുമേ ദം കർദിയാത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരേഷാൻ കർണ പറഞ്ഞാൽ വളരെയധികം ഡിസ്റ്റർബ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നാക്കുമേ ദം കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഹാവരയാണ്. പരേഷാൻ കർണ അല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് വട്ടം തിരിയിക്കുക, കറക്കുക എന്നൊക്കെ പറയില്ല, അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗർദ് तो ऐसे उड़ रही है जैसे कि पूरा एक काफिला चला आ रहा हो मगर मुझे तो एक ही सवार नजर आता है. ഗർദ് എന്ന് വെച്ചാൽ ഡസ്റ്റ്, പൊടി എങ്ങനെ പറക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഒരു സൈന്യം, കാഫില എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് മുഴുവനും വരുന്ന പോലെ പൊടി പറക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ കുറേ ആൾക്കാർ ഒരുമിച്ച് വരുന്ന സമയത്ത് എങ്ങനെ നമുക്ക് പൊടി പറക്കുന്നത് കാണില്ലേ, അങ്ങനെ. മഗർ മുജെ തോ ഏക് ഹി സവാർ നസർ ആത്താ ഹെ, പക്ഷേ എനിക്ക് ഒരേ ഒരു സവാരിക്കാരനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. യഹ് കഥൻ അംഗ്രേസി കെ ഫുക്കാ ഹെ. അപ്പം ബ്രിട്ടീഷുകാരുടെ ആർമിയുടെ ലെഫ്റ്റനൻ്റാണ് ഈ മേലെ പറഞ്ഞ വരികൾ പറഞ്ഞിട്ടുള്ളത്. ലെഫ്റ്റനൻ്റ് എന്താ പറയുന്നത്, ഒരു ഗ്രൂപ്പ് ആൾക്കാർ വരുന്ന പോലെ തോന്നുന്നു, പക്ഷെ ഒരാളെ കാണാനുള്ളൂ. വസീർ അലി അക്കേലാഹി പുരി കാഫിലിക്ക് സമാനത, വസീർ അലി ഒറ്റയ്ക്ക് തന്നെ മുഴുവൻ ഗ്രൂപ്പിന് തുല്യമായിട്ടുണ്ട്.
वह तूफ़ान की तरह शक्तिशाली और गतिशील था. വസീർ അലി കൊടുങ്കാറ്റ് പോലെ ശക്തിശാലിയും ഫാസ്റ്റുമാണ്. ഗതിശീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റും ആയിരുന്നു. അങ്ങനെയായിരുന്നു ആ വരവ്. ഉസ്കെ ഘോड़े की टापों से उड़ने वाली धूल ऐसा आभास देती थी मानो पूरी फौज चली आ रही है. വസീർ അലിയുടെ കുതിരകളിൽ നിന്നും കുതിരകളുടെ ആ കാലടികളുടെ ടപ്പ് ടപ്പ് എന്നുള്ള സൗണ്ടില്ലേ, അതിൽ നിന്നും പറക്കുന്ന പൊടി കണ്ടാൽ തോന്നും. ആഭാസ് ദേന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തോന്നും. പ്രതീതി എന്ന് പറയില്ലേ, ऐसा लगता है. എങ്ങനെ തോന്നും? പൂരി ഫൗജ് ചലിയാ രഹി ഹെ, മൊത്തം ആർമി എന്ന് വരുന്ന പോലെ തോന്നുമായിരുന്നു. ഇസ് വാക്യ സെ ആനെ വാലെ സവാർ കെ വ്യക്തിത്വ की മഹാനത की झलक मिलती है. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ നിന്ന് നമ്മൾക്ക് ആ വരുന്ന സവാരിക്കാരൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹാനതയെ പറ്റിയിട്ട്, മഹത്വത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഝലക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുളുമ്പ് പറഞ്ഞാൽ അതിൻ്റെ ഒരു കുറച്ച് കാണാൻ പറ്റും അതിനെ പറ്റിയിട്ട്. जो अकेले होते हुए भी अकेला नहीं दिखता. അക്കേലെ ഹോത്തെ ഹുവ ബി, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും കൂടി ഒറ്റയ്ക്കായിട്ടും കൂടി ഒറ്റയ്ക്ക് തോന്നാത്ത വിധത്തിൽ പറഞ്ഞാൽ ഒരുമിച്ച് കുറേ ആൾക്കാർ വരുന്ന പോലുള്ള ആ ഒരു കാഴ്ച അങ്ങനെ തോന്നുമായിരുന്നു. യ സവാർ വസീർ അലി ഥ ജിസ്ക പത കിസിക്കോ ന ചല. ഈ സവാരിക്കാരൻ ആരായിരുന്നു? വസീർ അലി ആയിരുന്നു. പക്ഷേ അത് ആർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഭാഷാ അധ്യയൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ.